ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ലവ്ലി വ്യൂവേഴ്സ്. ഇന്ന് നൂഡിൽസ് ഇല്ലാതെ നൂഡിൽസ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു ബൗളിൽ കുറച്ച് മാവ് എടുക്കുന്നുണ്ട്. ഞാനിതിന് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മൈദയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കലക്കിയെടുക്കുന്നുണ്ട്. ഇനി പാൻ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ തടവുന്നുണ്ട്. ഇനി ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, ആർക്കും വേണ്ടാത്ത ഗോതമ്പ് ദോശ. എൻ്റെ ലൈഫിൽ ഗോതമ്പ് ദോശ ഇഷ്ടമുള്ളത് എൻ്റെ അമ്മയല്ലാതെ വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണുന്ന ആർക്കെങ്കിലും ഗോതമ്പ് ദോശ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പണ്ട് ഈ സാധനം ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ UK വന്നപ്പോഴത്തേക്കും എനിക്കിഷ്ടപ്പെട്ടു. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ മാവ് കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നാട്ടിൽ ഒരിടത്തും ഇമ്മാതെ ഒരു ടൈപ്പ് മാവ് കണ്ടിട്ടില്ല. ഈ ഗോതമ്പ് മാവ് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ കുറേ തരികളുണ്ട്. അപ്പോൾ ഇത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റും ഫ്ലഫിയൊക്കെ ആയിരിക്കും. പണ്ട് എന്നെ ബയോളജി പഠിപ്പിച്ച ഒരു സാറ് അഡാപ്റ്റേഷനെ പറ്റിയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു സാറ് ക്ലാസ്സിൽ ചോദിച്ചു, ഇവിടെ പെൺകുട്ടികൾക്ക് എത്ര പേർക്ക് ഗോതമ്പ് ഇഷ്ടമല്ല, ഗോതമ്പ് പുട്ട്, ഗോതമ്പിലെ ചപ്പാത്തി, ദോശ ഒന്നും ഇഷ്ടമല്ലാത്ത ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉടനെ തന്നെ കൈപൊക്കി. അപ്പോൾ ഉടനെ സാറ് പറഞ്ഞു, നിങ്ങളെ നോർത്തിലോട്ട് കെട്ടിച്ച് വിടുകയാണെന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. എനിക്ക് അത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല, കാരണം എനിക്ക് ചപ്പാത്തി അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ സാറ് പറഞ്ഞു, ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരിക്കും. പക്ഷെ പോകെ പോകെ പയ്യെ ഗോതമ്പിലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കേണ്ടതായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. എനിവേയ്സ്, കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അഡാപ്റ്റഡ് ആയതുകൊണ്ട് ഗോതമ്പിൻ്റെ പല വെറൈറ്റി ഫുഡ് പിടിക്കാൻ വിചാരിച്ചു. ഈ നൂഡിൽസിന് ഒരു സോസ് ബേസ് റെഡിയാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്തു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് വെളുത്തുള്ളി ഇട്ടു. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇടുകയാണ്. എന്നിട്ട് ഒരല്പം സോയ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടൊമാറ്റോ ഡൈസ് ചെയ്തതും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് ദോശയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുരുട്ടിയെടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പ്രോസസ്സാണ് ഇതിലെ ബെസ്റ്റ് പാർട്ട്. ഇത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ ഇത് ദോശയാണെന്ന് മാത്രം പറയരുത്, നൂഡിൽസാന്ന് പറഞ്ഞാൽ മതി, അവർ വിശ്വസിച്ചോളും. എൻ്റെ മോനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് പറ്റിക്കുന്നത്. ഇനി ഓരോ കട്ട് പീസസ് എടുത്തിട്ട് അതിൽ ഇൻഡിവിജ്വൽ സ്ട്രാൻഡ്സ് ഇങ്ങനെ മാറ്റി എടുക്കണം. മാക്സിമം സെപ്പറേറ്റ് ചെയ്യണം. ഒട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. നൂഡിൽസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ടൊമാറ്റോ ഒക്കെ നല്ല വെന്ത് സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അവിടോട്ട് ഒരു മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ കേട്ടായിരുന്നു, ഒരു റീസെൻറ്റ് സ്റ്റഡിയിൽ എഗ്ഗ് കഴിക്കുന്നത് കൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് കുഴപ്പമില്ല, കൊളസ്ട്രോൾ ഒന്നും വരത്തില്ല, ആൾറെഡി വയ്യാത്ത ആൾക്കാരാണ് കഴിക്കാൻ പാടില്ലാത്തത്, ഹെൽത്തി ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാം. എനിക്ക് അപ്പോൾ തോന്നിയത് മൈ ഹോൾ ചൈൽഡ്ഹുഡ് വാസ് എ ലൈ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇവരിപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറയും. എനിവേയ്സ്, ഒരു ദിവസം ഒരെണ്ണം കഴിക്കാം എന്നുള്ളതിൽ ആർക്കും തർക്കമൊന്നുമില്ല. സോ അത് ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ നൂഡിൽസിനെയും കൂടെ പറക്കിയെടുത്ത് അകത്തിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ മൊത്തം 3 ദോശയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് തോന്നുന്നു. മേ ബി നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വിഷ്വലി ഭയങ്കര ബിഗ്ഗാണെങ്കിലും അത് ക്വാണ്ടിറ്റി യഥാർത്ഥത്തിൽ കുറവായിരിക്കാം ഒരു പക്ഷെ. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽ കഴിക്കുമ്പം തന്നെ ഫുൾ ഫീലായിരിക്കും. പക്ഷേ ഈ കേരള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ, അപ്പം ദോശ ഒക്കെ കഴിക്കുമ്പോൾ 2 എണ്ണമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ഫുൾ ഫീൽ വരാറില്ല. പക്ഷേ ഒരു 2 എണ്ണം കഴിച്ചല്ലോ എന്ന് വെച്ചിട്ട് നിർത്തും. മേ ബി നമ്മുടെ മൈൻഡിൻ്റെ ഒരു ട്രിക്കായിരിക്കാം അത്. അപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വിച്ചുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഹോപ്പ് ഹി ലൈക്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർ സൈഡിൽ കാണുന്ന എല്ലാ ബട്ടണും അങ്ങ് ഞെക്കിക്കോളൂ. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.